ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നയിക്കണയ്ക്ക് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അപ്ഡേറ്റ് ഒക്കെ പെട്ടിരിക്കുകയാണ്. 35 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ റിലീസിന് 4 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ മറികടന്ന എമ്പുരാൻ എന്ന സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മാത്രം 4 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. ഈ 4 കോടിയിൽ 2 കോടിയോളം ഗ്രോസ് കളക്ഷനും കർണാടകത്തിൽ നിന്നാണ് എമ്പുരാൻ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ 4 കോടിയിൽ ഭൂരിഭാഗം കളക്ഷനും സിനിമയുടെ മലയാളം വെർഷൻ ഒറിജിനൽ പതിപ്പിൽ നിന്നാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ഇതിനിടയിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ പ്രീസെയിൽ കളക്ഷനിലൂടെ ഏറ്റവും ഉയർന്ന കളക്ഷൻ വരുന്ന മലയാളം സിനിമ കൂടിയായിട്ട് എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് നായകനെത്തിയ ആടുജീവിതം എന്ന സിനിമയാണ് ഇതിനു മുന്നേ പ്രീസെയിൽ കളക്ഷന്റെ കാര്യത്തിൽ മലയാളത്തിൽ നിന്നും ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയം തിയേറ്ററുകളിലേക്ക് എത്തിയ ആടുജീവിതം എന്ന 2,95 ലക്ഷം രൂപയാണ് ഫൈനൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ പ്രീസെയിൽ കളക്ഷനായിട്ട് നേടിയെടുത്തത്. ഇപ്പോഴത്തെ ആടുജീവിതം പോലെ തന്നെ പാനന്തൻ പ്രൊമോഷനായിട്ട് ഇത് റിലീസായിട്ട് തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന എമ്പുരാനാണ് ആടുജീവിതത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ പ്രീസെയിൽ റെക്കോർഡ് മറികടന്നിരിക്കുന്നത്. എന്തായാലും 5 കോടിയെല്ലാം തന്നെ ഉടനെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ എമ്പുരാൻ കടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിനുമപ്പുറം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ആദ്യ ദിവസം ഓപ്പണിംഗ് ഡേ കളക്ഷനായിട്ട് സിനിമ എത്ര കളക്ഷൻ നേടിയെടുക്കുമെന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. ഇനി ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായിട്ട് വരുന്ന എമ്പുരാൻ എന്ന സിനിമ നേടിയെടുത്ത ഒരു നേട്ടത്തിന്റെ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ, ലൂസിഫർ 2019 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ. അന്ന് സിനിമ 35 കോടി ബഡ്ജറ്റിലായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഇപ്പോഴത്തെ ലൂസിഫറിന്റെ ഫൈനൽ ബഡ്ജറ്റിനേക്കാൾ മുകളിലാണ് എമ്പുരാന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് ഏറെ പ്രത്യേകതയോടെ എടുത്തു പറയട്ടെ. അത്രത്തോളം വളർന്നിരിക്കുന്നു സിനിമയുടെ ഒരു ബ്രാൻഡ് വാല്യൂ, ലൂസിഫറിന്റെ ബ്രാൻഡ് വാല്യൂ എന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. ഇനി ലൂസിഫറിന്റെ ആദ്യ വീക്കെൻഡ് കളക്ഷനായ അന്ന് സിനിമ നേടിയെടുത്ത 55 കോടി കളക്ഷനാണ് എമ്പുരാന്റെ അടുത്ത ലക്ഷ്യം. ലൂസിഫർ ആദ്യ വീക്കെൻഡിൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് നേടിയെടുത്തത് എമ്പുരാൻ ആദ്യ ദിവസം നേടിയെടുക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. നിലവിൽ 50-60 കോടി റേഞ്ചിലാണ് എമ്പുരാന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ലൂസിഫർ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനായ 128 കോടിയും എമ്പുരാൻ ആദ്യ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറികടക്കുമെന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് എമ്പുരാൻ പോയിക്കൊണ്ടിരിക്കുന്നു. കാത്തിരിക്കൂ സിനിമയുടെ അടുത്ത മണിക്കൂറുകളിൽ അടുത്ത വമ്പൻ വാർത്തകൾക്ക്.